അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ പ്രതിപക്ഷം ഇന്നലെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ബീഹാറിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, ആ വീഴ്ചയെക്കുറിച്ചുള്ള ഒരു മറുപടി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ജനത്തിന് നൽകേണ്ടതല്ലേ? നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ് ഈ യുദ്ധമെന്നല്ല, പാകിസ്ഥാന്റെ ഈ നടപടിക്കെതിരെ രാജ്യം ഒറ്റക്കെട്ട് തന്നെയാണ്. പക്ഷേ വിമർശനങ്ങളെ ആ നിലയ്ക്ക് കേൾക്കുകയും അതിനൊരു വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യുക എന്നുള്ളത് കൂടി ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായിട്ടും അത് ആ രണ്ട് കാര്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ബീഹാറിൽ ഇപ്പോൾ പ്രതിപക്ഷ ഹാൻഡിലുകളൊക്കെ ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ പ്രതിപക്ഷ ഹാൻഡിലുകളൊക്കെ പറയുന്നത് അദ്ദേഹം ബീഹാറിൽ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാണ്. രാജ്യം ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ട സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയി പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ബീഹാറിൽ പോയത് ഇലക്ഷൻ റാലിയിൽ പങ്കെടുക്കാനല്ല, പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനുമല്ല, സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്തി രാജ് ദിനവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി, അതായത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കാൻ വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണത്. അതിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഏതാണ്ട് 13,480 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന പരിപാടിയാണത്. 22-ാം തീയതിയാണ് നമ്മുടെ പഹൽഗാം അറ്റാക്ക് സംഭവിക്കുന്നത്. 22-ാം തീയതി പ്രധാനമന്ത്രി സൗദി അറേബ്യയിലാണ് ഉണ്ടായിരുന്നത്. അന്ന് രാത്രി തന്നെ അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് തിരിച്ചു വന്നു. അദ്ദേഹം എയർപോർട്ടിൽ വെച്ച് തന്നെ പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടും കേന്ദ്ര ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായിട്ടും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവലുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം സിറ്റുവേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ CCS യോഗം സംഘടിപ്പിച്ചു. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ യോഗം സംഘടിപ്പിച്ചു. ആ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ യോഗത്തിലാണ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലത്ത് വിശദീകരിച്ചിരുന്നു. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിച്ചത്. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫോറിൻ സെക്രട്ടറി വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി അവരുടെ കോൺഫിഡൻസ് ആർജിച്ചു. പ്രധാനമന്ത്രി വിദേശ തലവന്മാരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ബീഹാറിലെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പരിപാടിക്ക് പോയത്. വന്നില്ലായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രി ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വിദേശയാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം വരുന്നത് പോലും ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണല്ലോ. അപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ്, രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. അതേപോലുള്ള ഒരു 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 പ്രാധാന്യം ഈ സർവകക്ഷി യോഗത്തിനുമുണ്ട്. പതിവുകൾ തെറ്റിക്കാനുള്ളതാണ്. നേരത്തെ നിശ്ചയിച്ച പരിപാടി, ആ പരിപാടി മാറ്റിവെക്കാം. പ്രധാനമന്ത്രിക്ക് വേണ്ടി ഉറപ്പായിട്ടും ആ വികസന പരിപാടികളുടെ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമല്ലോ. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കൂ. അതായത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാന്ന് പഞ്ചായത്തി രാജ് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം, അതായത് നമ്മുടെ ഭരണഘടനയിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം സ്ഥാപിക്കപ്പെട്ട ദിവസം, ഈ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിക്ഷിപ്തമായിരുന്ന കേന്ദ്രീകൃത അധികാര സംവിധാനം, നയരൂപീകരണം മുതൽ പദ്ധതി നിർവഹണം വരെ കേന്ദ്രതലത്തിൽ നടക്കുന്ന പദ്ധതിയെ മാറ്റിക്കൊണ്ട് വികേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ട ദിവസം എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തി രാജ് ദിനം ആചരിക്കുന്നത്. പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഞാൻ പറയുന്നത്, ഈ സന്ദർശനം വെട്ടിച്ചുരുക്കിയില്ലെങ്കിലും സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹം ബീഹാറിലേക്കാണ് വരേണ്ടിയിരുന്നത്. ആ പ്ലാനിൽ മാറ്റം വരുത്തിയതല്ല. എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ സംബന്ധിച്ചില്ല എന്നുള്ള ചോദ്യമുണ്ട്. സർവകക്ഷി യോഗം എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കാനും നിലവിൽ നിൽക്കുന്ന സംഭവങ്ങളുടെ വസ്തുതകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്താനും സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളുടെയും പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇത് പ്രധാനമായിട്ടും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു വെല്ലുവിളിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ആ യോഗത്തിൽ പങ്കെടുത്തത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, ധനകാര്യമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ പോർട്ട്ഫോളിയോസ് വഹിക്കുന്ന ആളുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ആ മീറ്റിംഗിൽ അധ്യക്ഷനായിരുന്നത്. അതായത് ഡിഫൻസുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ കൺവീൻ ചെയ്യേണ്ടത് ഡിഫൻസ് മിനിസ്ട്രിയാണ്. ആ രീതിയിൽ ഡിഫൻസ് മിനിസ്ട്രിയാണ് ആ യോഗം കൺവീൻ ചെയ്തത്. രാജ്നാഥ് സിംഗ് ആണ് ആ യോഗത്തിൽ അധ്യക്ഷനായിരുന്നത്. പ്രധാനമന്ത്രി മുൻകൂറായി നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ എന്തെങ്കിലും നിലയ്ക്കുള്ള പോരായ്മ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയൊരു ചോദ്യം ശക്തമായി ഉയരുന്നത്, ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പില്ല എന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. 2019 ഈ ഒരു ആക്രമണത്തിന്റെ സംഭവം ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. യു പി എ കാലത്തുണ്ടായിരുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആ സമയത്ത് മോദിയുടെ പ്രസംഗമൊക്കെ ഇപ്പോൾ വല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെ വിദേശകാര്യമന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ശക്തമായി മോദി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഒരു രാജി ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജിയല്ല, ഇപ്പോൾ ഒരുമിച്ചാണ് നീങ്ങേണ്ടത് എന്നുള്ള ഒരു ഔചിത്യം അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കൂടി ചേർന്നുള്ള ഒരു ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറാകുക എന്നുള്ള മെസ്സേജാണ്. അതിനൊരു മെസ്സേജ് നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ.
എന്റെ ഉത്തരം നിങ്ങൾ മുഴുവൻ കേൾക്കൂ. ശരി, നിങ്ങളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അതിന്റെ ഉത്തരവാണ് പറയുന്നത്. എന്റെ മുഴുവൻ കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കൂ. എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ രാജി ഈ സമയത്ത് ആവശ്യപ്പെടുക? ഈ കാര്യത്തിൽ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നത് പുറത്തു വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഉണ്ട്, SOP ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് പുറത്തു വന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിരുന്ന ഹാരിസ് ബീരാനാണ് പറഞ്ഞത് എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സ്. ഞങ്ങൾ ആരും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്ന ഉത്തരവാദിത്വം അല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂറായി പറയാത്തത്. അതിൽ ആ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടു. ശിവരാജ് പാട്ടീൽ രാജിവെച്ച് തോർക്കുന്നില്ലേ? ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ച് തോർക്കുന്നില്ലേ? ശിവരാജ് പാട്ടീലിന്റെ രാജിയും ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല. കശ്മീരിൽ വേണ്ടത്ര സൈനികരെ നിയോഗിച്ചിരുന്നില്ല എന്നുള്ള വിമർശനം വരുന്നത് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരിൽ, അതായത് BJP എല്ലാ കാലത്തും പിന്തുണച്ചുകൊണ്ടിരുന്ന GD ബക്ഷിയെ പോലുള്ളവർ പരസ്യമായി പറയുന്നുണ്ട് സൈന്യത്തെ വേണ്ടത്ര രീതിയിൽ വിന്യസിച്ചിരുന്നില്ല. അവിടെ 370 എടുത്ത് കളഞ്ഞ ശേഷം അവിടെയെല്ലാം സാധാരണഗതിയിലായി എന്നൊരു തോന്നൽ പൊതുവെ ഉണ്ടായിരുന്നു. അതൊരു വീഴ്ചയാണ്. ശ്രീമതി സ്മൃതി, ഈ ചോദ്യത്തിന് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ ആ ഉത്തരം പറയുമ്പോഴെല്ലാം നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കണം. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതായത് കശ്മീരിൽ 2019 കശ്മീരിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് പിൻവലിച്ചതിന് ശേഷം 5 വർഷത്തോളം കശ്മീരിൽ രാഷ്ട്രപതി ഭരണമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നോക്കിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി ഉണ്ടായി. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടായി. 2023 ഡിസംബർ 11 സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 പിൻവലിച്ച നടപടി ശരിവെച്ചുകൊണ്ട് വിധി പറഞ്ഞു. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു 2024 സെപ്റ്റംബർ 30 മുൻപായി തെരഞ്ഞെടുപ്പ് നടത്തുകയും താഴ്വരയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ വിധിക്കെതിരായിട്ട് കേന്ദ്ര സർക്കാർ അപ്പീൽ കൊടുത്തു. കാരണം എന്താണ്, 2025 സെപ്റ്റംബർ 30 എന്ന് പറഞ്ഞാൽ ഇനി 10 മാസത്തെ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് 1 വർഷത്തെ എക്സ്റ്റൻഷൻ കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ 1 വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. 2024 സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം, അവിടുത്തെ പുതിയ ലോക്കൽ ഗവൺമെന്റിനെ ഏൽപ്പിക്കണം അധികാരം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് തെരഞ്ഞെടുപ്പ് നടത്തി. 2024 സെപ്റ്റംബർ 30 തെരഞ്ഞെടുപ്പ് നടന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ഇപ്പൊ അവിടെ ഒരു പ്രാദേശിക ഭരണകൂടം ഉണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രപതി ഭരണത്തിൽ ഉണ്ടായിരുന്ന അത്രയും അധികാരങ്ങൾ ഇല്ല. സംഭവിച്ചത് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗത്തിൽ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ചില്ലെന്നേ ആ യോഗത്തിലേക്ക്. ഞാൻ മുഴുവൻ പറയട്ടെ. ബൈസരൻ വാലിയിൽ സാധാരണഗതിയിൽ ടൂറിസ്റ്റുകളുടെ സന്ദർശനം നടക്കാറുള്ളത് അമർനാഥ് യാത്രയ്ക്ക് ശേഷം മാത്രമാണ്. ഈ ജൂൺ മാസത്തിൽ നടക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുൻപായിട്ട് സാധാരണ ബൈസരൻ വാലി ഈ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാറില്ല. ഈ സമയത്ത് 20-ാം തീയതി ബൈസരൻ വാലി തുറന്നു കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോട് കൂടിയിട്ടല്ല. അതാണ് ഹാരിസ് ബീരാൻ പറഞ്ഞത്. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ, കേന്ദ്ര സേനാ വിഭാഗങ്ങളെ അറിയിക്കാതെ പ്രാദേശിക ഗവൺമെന്റ് സ്വന്തം നിലയിൽ എടുത്തിട്ടുള്ള തീരുമാനമായിരുന്നു 20-ാം തീയതി തന്നെ ബൈസരൻ വാലി ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയോ മതിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുകയോ ചെയ്തിരുന്നില്ല. 22-ാം തീയതി ആക്രമണം ഉണ്ടായി. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്ന അറിഞ്ഞത്. ഇത് എവിടെയാണ് ഈ സ്ഥലം നിൽക്കുന്നത്? അതായത് അനന്തനാഗിൽ നിന്ന് 7 കിലോമീറ്റർ ഉള്ളിലേക്കാണ് പഹൽഗാം. ആ പഹൽഗാമിൽ നിന്ന് പോയിട്ടാണ് ബൈസരൻ വാലി. ഏതാണ്ട് 1 മണിക്കൂറോളം കാൽനടയായിട്ടോ കുതിരപ്പുറത്തോ മാത്രം യാത്ര ചെയ്യാവുന്ന സ്ഥലമാണ്. കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും വരുന്ന സ്ഥലമല്ല. അങ്ങനത്തെ ഒരു മേഖലയിൽ ടൂറിസ്റ്റുകളെ കടത്തിവിടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂറായിട്ടുള്ള അനുമതി മേടിക്കേണ്ടതല്ലേ? കേന്ദ്ര സേനാ വിഭാഗങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ? ഇത് ചെയ്യാതെ പ്രാദേശിക ഭരണകൂടം സ്വന്തം നിലയിൽ എടുത്തിട്ടുള്ള ചർച്ച നമുക്ക് അല്ലെ? ടൂറിസ്റ്റുകളെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. ആ നിലയ്ക്ക് അവിടെ വല്ലാതെ ഫ്ലറിഷ് ചെയ്തു എന്നുള്ളതാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട പോസിറ്റീവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറയാൻ കാത്തിരിക്കുന്നു. അത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ലീഗ് പ്രതിനിധി തന്നെ പറഞ്ഞത് അതാണല്ലോ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒന്ന് പ്രതികരിച്ചോട്ടെ. ഈ ഭീകരർ ആരാണ്? ഈ ഭീകരർ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ വന്നിട്ടുള്ള ആളുകൾ മാത്രമല്ല, ലോക്കൽ ടെററിസ്റ്റുകൾ ഉൾപ്പെടെ. ആയിക്കോട്ടെ, അതാണ് ഇന്റലിജൻസ് സംവിധാനം. അതിനാണല്ലോ ഇന്റലിജൻസ് സംവിധാനം എന്നുള്ളത്. അതിനാണല്ലോ അതിലെ 3 പേര് അസിഫ് ഫൗജി, സലേമാൻ ഷാ, അബു തലെ എന്ന് പറയുന്ന 3 പേര്. ശരി, അതിലൊന്നും തർക്കമില്ല. അതിൽ 2 പേരുടെ വീടുകളാണ് ഇന്ന് സൈന്യം തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ വരാം ശങ്കുട്ടി ദാസ്. ഒന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അദ്ദേഹം ഇറങ്ങിയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ ശേഷം. സൈന്യമല്ല, പ്രാദേശിക ഭരണകൂടം. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. സൈന്യമല്ല.